സിബി, സംഭാൽ വിഷയം വളരെ ഗൗരവതരമാണ്. കാരണം അവിടെ സംഘപരിവാർ സ്പോൺസേഡ് കലാപമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടേക്ക് പ്രതിപക്ഷ നേതാക്കളെയൊന്നും സന്ദർശിക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമാണ്. അങ്ങോട്ടേക്ക് പോയ സമാജ്വാദി പാർട്ടി നേതാക്കളെ തടയുന്നതാണ് ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ നാട്ടിലെ ജനപ്രതിനിധികൾക്ക് അവരുടെ നാട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാനും പരിശോധിക്കാനുള്ള അവകാശമില്ലേ? അവിടെ യോഗി ആദിത്യനാഥ് സർക്കാർ ഒരു മനഃപൂർവ്വമായ ഇടപെടൽ നടത്തുകയാണോ? മനു, തീർച്ചയായും ബാബറി മസ്ജിദിനും ഞാൻ ബാബിക്കും ശേഷം മറ്റൊരു മുസ്ലിം ആരാധനാലയം കൂടി ഇപ്പോൾ സംഘപരിവാർ ലക്ഷ്യമിടുന്നു, അല്ലെങ്കിൽ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കുന്നു എന്ന് തന്നെ നമുക്ക് അതിനെ കൃത്യമായി പറയേണ്ടി വരും. കാരണം ഇതിപ്പോൾ ഈ 1529 പണികഴിപ്പിച്ച ബാബറി മസ്ജിദിൻ്റെ കാലത്ത് പണികഴിപ്പിച്ച ഒരു മുസ്ലിം പള്ളി, ആ മുസ്ലിം പള്ളി സംഭാൽ ജില്ലയിലെ ഷാഹി ജുമുഅ മസ്ജിദാണ്. ആ മസ്ജിദ് അത് പണ്ടൊരു ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്നുള്ളൊരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഈ ബാബറി മസ്ജിദിലും ഞാൻ ബാബി പള്ളിയിലും എല്ലാം തന്നെയും ഈ ഹർജിയുമായി പോയ അതേ ആൾ തന്നെ വീണ്ടും ഈ സംഭാലിലെ ജില്ലാ കോടതിയിൽ ഒരു ഹർജി നൽകുകയും ജില്ലാ കോടതി അതിന് സർവേക്ക് ഉത്തരവിടുകയും ചെയ്യുന്നു. അങ്ങനെ ആ സർവേ നടപടി കഴിഞ്ഞ ചൊവ്വാഴ്ച ആ സർവേ നടപടി സമാധാനപരമായി പോയി. പക്ഷേ പിന്നീട് കഴിഞ്ഞ ദിവസം സർവേ നടത്തിയപ്പോൾ അങ്ങോട്ടേക്ക് ഒരു സംഘം ആളുകൾ എത്തുകയും പോലീസ് അവിടെ വലിയ രീതിയിൽ ലാത്തിച്ചാർജ് എല്ലാം തന്നെ നടത്തുകയും പിന്നീട് അവിടെ വളരെ വലിയ സംഘർഷമാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. അവിടെ ഇപ്പോൾ 5 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. നിരവധി വാഹനങ്ങൾക്ക് തീയിട്ടു. വളരെ വലിയ അക്രമ സംഭവം അവിടെ അരങ്ങേറുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും യോഗി ആദിത്യനാഥ് സർക്കാർ ഈ ഒരു വിഷയത്തെ ഒരു വർഗീയ സംഘർഷമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇൻ്റർനെറ്റ് എല്ലാം തന്നെയും വിലക്കിയിട്ടുണ്ട്. അതുകൂടാതെ സ്കൂളുകളും കോളേജുകളും അടച്ചു. ജനപ്രതിനിധികൾക്കോ സാമൂഹിക സാംസ്കാരിക സംഘടനയിൽപ്പെട്ട ആർക്കോ അങ്ങോട്ടേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അവിടെ പൂർണ്ണമായും നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അവിടെ സമാജ്വാദി പാർട്ടിയുടെ അവിടുത്തെ എംപിമാർക്ക് പോലും അവിടെ എത്തി അവിടുത്തെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെ എത്തിയ സമാജ്വാദി പാർട്ടി എംപിക്കെതിരെ കേസെടുക്കുന്ന നിലയിൽ കാര്യങ്ങൾ പോകുന്നു. എന്തായാലും വളരെ വലിയ രീതിയിൽ എങ്ങനെയാണ് സംഘപരിവാർ ബോധപൂർവം ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം കൂടി ഇപ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു സംഭവം കൂടി അവിടെ UP-യിൽ ആവർത്തിക്കുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും വളരെ വലിയ രീതിയിലുള്ള സങ്കീർണമായ സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദാകരട്ട് അടക്കം കൈരളി ചാനലുമായി സംസാരിച്ചിരുന്നു. സമൂഹത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് വീണ്ടും വർഗീയ സംഘർഷം സൃഷ്ടിക്കുകയാണ് യോഗി സർക്കാർ എന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗമായ ബൃന്ദാകരട്ട് ഇന്നലെ പ്രതികരിക്കുകയും ചെയ്തു. എന്തായാലും ഈ വിഷയവും പാർലമെൻറ്റിൽ നിന്ന് ഉന്നയിക്കും. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമെല്ലാം തന്നെ അവിടെ സന്ദർശിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു ജനപ്രതിനിധികൾക്കും അവിടെ സന്ദർശിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ അവിടുത്തെ പോലീസ് മേധാവി അടക്കം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും ഇത് യോഗി സർക്കാരും ഭരണകൂടവും പോലീസും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവിടെ വലിയ രീതിയിൽ ഒരു സംഘർഷം തന്നെ സൃഷ്ടിക്കുമെന്ന് പറയേണ്ടി വരും. ഒരു മുസ്ലിം ആരാധനാലയം വീണ്ടും അതൊരു ഹിന്ദു ക്ഷേത്രമാക്കി മാറ്റാനുള്ള ശ്രമം, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള വർഗീയ സംഘർഷമാണ് അവിടെ ഉണ്ടാകുന്നത്. എന്തായാലും ആളുകളുടെ വിശ്വാസവും വൈകാരികത എല്ലാം തന്നെയും മുതലെടുത്തുകൊണ്ട് വീണ്ടും UP ഒരു സംഘർഷ ഭൂമിയായി മാറുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. മനു.